ഓം നമഃ ശിവായ. നമസ്തേ. മങ്ങാട്ടച്ഛൻ, മങ്ങാട്ട് രാമേന്ദ്രൻ, മരപ്രഭു, മോഹൻലാൽ എല്ലാം പ്രപഞ്ചമാണ്. പക്ഷേ മങ്ങാതെ ഇന്ന് നിൽക്കുന്ന ഒരു മഹാപ്രതിഭയെ ജനം അറിഞ്ഞില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെ ആയിരിക്കും ജനത്തിന്. ഗുരുവായൂർ ഭക്തന്മാർക്ക് ഏറെ പ്രിയപ്പെട്ട മരപ്രഭു അഥവാ അമരപ്രഭു, ഒരിക്കലും നശിക്കാത്ത പ്രഭു, അദ്ദേഹത്തിൻ്റെ സൃഷ്ടിക്ക് കാരണഭൂതനായ ശ്രീ മങ്ങാട്ട് രാമേന്ദ്രൻ നായർ, അദ്ദേഹം എങ്ങനെയാണ് ഒരു ശില്പിയായത് അല്ലെങ്കിൽ ഒരു സൃഷ്ടികർത്താവായതെന്ന് വളരെ കൗതുകത്തോടുകൂടി ഞാൻ ഇന്ന് നോക്കിക്കാണാറുണ്ട്. ഇത് മാത്രമല്ല, അദ്ദേഹം ചെയ്തിട്ടുള്ള അനേകം ശില്പങ്ങൾ എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും നാളെയും തീരില്ല. നമസ്തേ മഹാനുഭാവൻ. നമസ്കാരം നമ്പിച്ചേട്ടാ. രാമേന്ദ്രന് സ്വയം ഒന്ന് പരിചയപ്പെടുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രുചി കുറയും. മോഹൻലാലുമായിട്ടുള്ള കണക്ഷൻ, പിന്നെ മാതാ അമൃതാനന്ദമയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത ശില്പം, പ്രൈം മിനിസ്റ്റർക്ക് ഉണ്ടാക്കി കൊടുത്ത ശില്പം, അങ്ങനെ അനേകായിരം. ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ഓർമ്മയിൽ നിന്നും മരപ്രഭുവിൽ നിന്നും തുടങ്ങാം. എങ്ങനെയാണ് നമ്മൾ ഈ മരപ്രഭു തുടങ്ങാനുണ്ടായ ഒരു കാരണം ഒന്ന് വിശദീകരിക്കാമോ? മരപ്രഭു തുടങ്ങാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ കേരളത്തിലെ അക്കാഡമിക് കലാകാരന്മാരും പാരമ്പര്യ കലാകാരന്മാരെയും ചേർത്തിട്ട് ഒരു വലിയൊരു ക്യാമ്പ്, ശില്പയാഗം എന്ന് പറഞ്ഞൊരു ക്യാമ്പ് നടത്തപ്പെടുകയുണ്ടായി. അപ്പോൾ അക്കാഡമിക് കലാകാരന്മാർക്ക് അക്കാദമീയ തലങ്ങളിലുള്ള അറിവുകളും പാരമ്പര്യ കലാകാരന്മാർക്ക് പാരമ്പര്യേതരമായ അറിവുകളും ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് ഒരു പുതിയ സംഭവത്തിലേക്ക് കൊണ്ടുവരികയും പുതിയ തൊഴിൽ മാർഗങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ശില്പയാഗം എന്ന ഒരു ക്യാമ്പ് നടത്തിയത്. എവിടെയായിരുന്നത്? അത് എൻ്റെ വീട്ടിൽ, മംഗലപ്പുഴ എൻ്റെ പുഴയുടെ തീരത്തുള്ള വീട്ടിൽ ഒരു ക്യാമ്പ് നടത്തി. ഏതാണ്ട് ഒരു 600-700ഓളം പേര് 4 മാസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു ക്യാമ്പായിരുന്നു. അപ്പോൾ സാധാരണ ഒരു പാരമ്പര്യ കലാകാരൻ, ഒരു മൺപാത്ര തൊഴിലാളി, ഒരു കുടമുണ്ടാക്കുന്ന അതേ എഫർട്ടും അതേ മെറ്റീരിയൽസും അതേ ചെലവും ഉപയോഗിച്ചിട്ട് നമ്മൾ അക്കാഡമീയ തലത്തിൽ അതിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ അവന് 30 രൂപ കിട്ടുന്ന സാധനത്തെ 250 രൂപയിലേക്ക് ഡെവലപ്പ് ചെയ്യുകയും അവന് വരുമാനമാർഗം കൂടുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ആ ക്യാമ്പിന്റെ ലക്ഷ്യം. വാല്യൂ ആഡ് ചെയ്യാനുള്ള ഒരു മാർഗം കൂടെ ആയിരുന്നു. അപ്പൊ അങ്ങനെ നമ്മളൊരു 10-12-13 രാജ്യങ്ങളിലെ തൊഴിലുകൾ, പലതരം വ്യത്യസ്തമായ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുകയും അങ്ങനെ ശില്പയാഗം എന്നൊരു വലിയൊരു ക്യാമ്പ് നടത്തുകയും അത് ശില്പ സിനിമ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ദൃശ്യാവിഷ്കാരം എറണാകുളം സെന്റ് ആൽബർട്ട്സ് ഹൈസ്കൂളിൽ വെച്ചിട്ട് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രദർശനം സംഘടിപ്പിക്കുകയും അങ്ങനെയെല്ലാം ചെയ്തു. അങ്ങനെ ആ ശില്പങ്ങളെല്ലാം, കുറേ ശില്പങ്ങൾ ബാക്കി വന്നപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ വെച്ചപ്പോൾ ഗുരുവായൂർ ഒരു എക്സിബിഷൻ നടത്താൻ വേണ്ടി ഒരു ആഗ്രഹം വരികയും അന്നത്തെ കളക്ടറായിരുന്ന രാജശേഖരൻ സാറായിട്ട് ബന്ധപ്പെടുകയും അപ്പോൾ അദ്ദേഹം ഫ്രീ ആയിട്ട് സ്ഥലം തരികയും ക്ഷേത്ര നഗര ആധ്യാത്മിക സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഗുരുവായൂർ ഒരു ശില്പം ചെയ്തു തരണമെന്ന് പറയപ്പെടുകയും ചെയ്തു. അതിൻ്റെ ഒരു ഫലമായിട്ടാണ് മരപ്രഭു എന്നൊരു ശില്പം ചെയ്തത്. എൻ്റെ ഒരു ശില്പങ്ങൾ മറ്റുള്ള ശില്പികളിൽ ഞാൻ വ്യത്യസ്തമായിട്ടുള്ളൊരു ശില്പിയാണ്. എൻ്റെ ശില്പങ്ങളുടെ ആസ്വാദ്യപരത എന്ന് പറയപ്പെടുന്ന തൊഴിലാണ്. എന്തെന്നാൽ തൊഴിലാണ് ഈശ്വരൻ. അപ്പോൾ ഇതിലൂടെ വെറുതെ ഒരു ശില്പം കണ്ടു ആസ്വദിച്ചു വലിച്ചു പോയിട്ടൊന്നും യാതൊരു കാര്യം. അതിലൊന്ന് തൊഴിലുകൾ, ആയിരക്കണക്കിന് ആൾക്കാർക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള പലതരത്തിലുള്ള റെസിപ്രോക്കൽസ് ആയിട്ടുള്ള അതിൽ ഉൽപ്പന്നങ്ങളിലൂടെ തൊഴിൽ കണ്ടെത്തുക, തൊഴിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള അങ്ങനെ ഒരു പ്രത്യേക തരത്തിലൊരു മാനസികാവസ്ഥ ഉള്ളതാണ്. അതിലുപരിയായിട്ട് എൻ്റെ ശില്പങ്ങളെല്ലാം ആയിരക്കണക്കിന് വർഷം ലൈഫുള്ള ശില്പങ്ങളാണ്. ഒരു 1000 വർഷമാണ് ഒരു ശില്പത്തിന്റെ ആയുസ് പറയപ്പെടുന്നത്. സാധാരണ കലാകാരന്മാരെ കുറിച്ച് പറയുമ്പോൾ പത്രത്തിൽ കാണുന്നത് പാത്രത്തിൽ കാണില്ല എന്നൊരു പഴമൊഴിയുണ്ട്. അതായത് എല്ലാ കലാകാരന്മാരും ദാരിദ്ര്യമായിരിക്കും അവരെ കൂട്ടുപിടിക്കാറ്. പക്ഷെ അതിന് വ്യത്യസ്തമായിട്ട് ലക്ഷങ്ങളും കോടികളും വരുന്ന ശില്പങ്ങൾ ഉണ്ടാക്കുകയും അതിൽ കൂടെ തന്നെ പ്രശസ്തിയുടെ ഉത്തംഗ ശൃംഖലത്തിൽ എത്താനും പറ്റിയ അങ്ങയുടെ ഈ പ്രതിഭ ഇനിയും എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പം അതിനെക്കുറിച്ചും കൂടെ ഒന്ന് പറയണം. അപ്പം അങ്ങനെ വന്നപ്പോൾ ഈ അങ്ങയുടെ കൂടെ നിന്ന് ഇവർക്കൊക്കെ സാമ്പത്തികമായിട്ട് ഉന്നമനം ഉണ്ടായിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ചോളം ഞാൻ വളരെ 10-45 വർഷമായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയും തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അകാല മൃത്യുമോക്ഷസ്തൂപം എന്നുള്ളൊരു വലിയ ആന്റിന ഉണ്ടാക്കാനുള്ളൊരു തത്രപ്പാടിലാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ 28 വയസ്സിലാണ് അങ്ങനെ ഒരു ആശയം എന്നിൽ രൂപപ്പെടുന്നത്. അത് ഇന്നേ വരെ മരണപ്പെട്ടു പോയിട്ടുള്ള, ലോകത്ത് ഇന്നേ വരെ മരണപ്പെട്ടു പോയിട്ടുള്ള സമസ്ത ചരാചരങ്ങൾക്കും ഒരു ശ്രാദ്ധാഞ്ജലിയായിട്ട് ഭാരതം ആരൂഢത്തിൽ നിന്ന് ചെയ്യപ്പെടുന്ന ഒരു വലിയ ആന്റിന, ഒരു വലിയ സ്തംഭം നിർമ്മിക്കുക എന്നുള്ളൊരു തപസ്സിലാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങയുടെ മിക്കവാറും വാക്കുകളൊക്കെ ഋഷിപ്രോക്തമായിട്ട് തോന്നുന്നു. കാര്യം സാധാരണ
ഒരു കലാകാരൻ പറയുന്ന കണക്കല്ലല്ലോ അങ്ങ് സംസാരിക്കുന്നത് പോലും. അത് ഞാനൊരു ബ്രഹ്മശില്പിയാണ്. അപ്പൊ നമ്മള് ബ്രഹ്മാധിഷ്ഠിതമായ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ഒരാളാണ് ഞാൻ. ആ അത് സാധാരണ ഒരു മനുഷ്യനെ പോലെയുള്ള ഒരു അവസ്ഥയിലല്ല, അതിലുപരിയായിട്ട് ബ്രഹ്മാധിഷ്ഠിതമായ ഒരു അവസ്ഥയിൽ ഇരിക്കുകയും ഈ ഒരു അത്രയും വൈഡായിട്ടുള്ള ഈ ഭാരതത്തിന്റെ ശ്വാസാഞ്ജലിയാണ് നമ്മൾ ചെയ്യപ്പെടുന്നത്. ഒരു ചെറിയൊരു നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ നമ്മൾ ചെയ്യുന്ന ശ്വാസാഞ്ജലി പോലെ ഭാരതമാണ് ആരൂഢത്തിൽ നിന്നിട്ട് ഇന്നേ വരെ മരണപ്പെട്ടു പോയ, അപവൃത്തി സംഭവിച്ചു പോയ കോടാനുകോടി മനുഷ്യ ജന്തു ജീവജാലങ്ങൾക്ക് ശ്രദ്ധാഞ്ജലിയാണ്. അതായത് ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് എന്ത് ചിന്തിക്കുന്നോ അതായിത്തീരും. അപ്പോൾ കോടാനുകോടി മനുഷ്യരാണ് വളരെ ബ്രൂട്ടലായിട്ട് കിരാതമായിട്ട് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. മനുഷ്യനാൽ കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇവരെല്ലാം കൊലവിളി വിളിച്ച് ആത്മതാപം പൊഴിച്ചിട്ട് ഇവിടെ മരണപ്പെട്ടു പോയിരിക്കുകയാണ്. അപ്പൊ അതിന് സാധാരണ പറയാനുള്ളത് കർമ്മയോഗമാണ്. ഭൂമിയിൽ വരുന്നത് അവനവന്റെ കർമാനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ പ്യൂരിഫൈ ചെയ്ത് തിരിച്ച് സോള് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു 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 മൂശയാണ് ഭൂമി എന്നുള്ളതാണല്ലോ സാധാരണ പറയുന്നത്. പക്ഷെ അതെ, അങ്ങ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. എങ്കിൽ പോലും ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് എന്തു ചിന്തിക്കുന്നുവോ എന്തായിരിക്കുന്നുവോ അതായിരിക്കും അവന്റെ മരണത്തോടുകൂടി പഞ്ചഭൂതത്തിൽ ലയിക്കപ്പെടുന്നത്. അപ്പൊ ഈ കൊലവിളി വിളിച്ചും അത്യന്തം ബ്രൂട്ടലായ ഗർഭിണികള്, കുഞ്ഞുങ്ങള്, വൃദ്ധര് കൊല്ലവിളി വിളിച്ചാണ് മരിച്ചിരിക്കുന്നത്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ യുദ്ധങ്ങളിലൊക്കെ. എല്ലാം അത് തന്നെ സംഭവം. അത് കോടാനുകോടി വർഷങ്ങളായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ചിന്തിക്കുന്നത് അത് പഞ്ചഭൂതത്തിൽ അലിഞ്ഞു ചേരുകയും ഈ ആത്മാക്കൾ ഭൂമിയിൽ ഒരു കരിമ്പിടം പോലെ നിന്നിട്ട് ഭൂമിക്കും ഈ ആത്മാക്കളും മനുഷ്യൻ ശാപമായി തീരുകയും ചെയ്യും. അപ്പോൾ ഈ അൺനോൺ ആയിട്ടുള്ള തിരിച്ചറിയാൻ പോലും പറ്റാത്ത നാസി ക്യാമ്പുകൾ തൊട്ട് യുദ്ധങ്ങൾ തൊട്ട് പറയാൻ പറ്റാത്തുള്ള ആളുകൾ ഇവിടെ അപമൃത്യു. അപ്പൊ ഈ ആന്റിനക്ക് എന്ത് ചെലവ് വരും, അല്ലെങ്കിൽ എവിടെയാണ് ഇത് അങ്ങ് ഉദ്ദേശിക്കുന്നത്? ഞാനിത് അത് പല സ്ഥലത്തും തീരുമാനിക്കപ്പെട്ടെങ്കിലും എവിടെയോ ഒരു സ്ഥലം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് നേരത്തെ. ദൈവം ഈ പ്രപഞ്ചം അറിയാതെ മിക്കവാറും മഹാഭാരത യുദ്ധം നടന്ന സ്ഥലത്തോ എവിടെ വേണമെങ്കിലും ആവാം. അത് എവിടെയാണ് അത് തനിയെ മുളച്ചു വരണം. നമ്മൾ പണിയാൻ ശ്രമിച്ചാലൊന്നും നടക്കുകയില്ലത്. ഇതൊരു ആന്റിനയാണല്ലോ. അപ്പൊ ഇതൊരു പിതൃക്കൾക്ക് സ്മരണമാണ് ഭക്ഷണം. അപ്പൊ നമ്മൾ ഇത് സങ്കല്പമാണ്. ഈ ആന്റിന പാടുന്നതുകൊണ്ട് എങ്ങനെ മോശം വരും എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഒരു സങ്കല്പം. അത് ആ ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. ചോദ്യങ്ങൾക്ക് പ്രസക്തി. അതായത് ഈ പിതൃക്കൾക്ക് ഭക്ഷണം എന്ന് പറയപ്പെടുന്നത് സങ്കല്പമാണ്. അപ്പൊ ഇതൊരു സങ്കല്പാധിഷ്ഠിതമായിട്ടുള്ള ഒരു ആന്റിനയാണത്. അപ്പൊ എന്ത് സൃഷ്ടികളും അതിന്റെ തുടക്കകാലങ്ങളിൽ പണിയപ്പെടുന്ന കാലങ്ങളിലുള്ള ഒരുപാട് വിവാദങ്ങളും ആക്ഷേപങ്ങളും, അത് കുത്തബ് മിനാറായാലും ഈഫൽ ഗോപുരമായാലും താജ്മഹലായാലും എല്ലാം ഇങ്ങനെ. പിന്നെ അത് കാലാന്തരത്തില് മനുഷ്യർക്ക് വരുമാന മാർഗമായി. എന്തിനു പറയാൻ നമ്മുടെ പട്ടേൽ പ്രതിമ പോലും ആളുകള് നഖശികാന്ത് എതിർത്താണ്. പക്ഷെ ഇന്ന് കോടാനുകോടി വരുമാനവും അനേകായിരം ആളുകൾക്ക് ഈ തെറി വിളിച്ചവർക്ക് ഒരു തൊഴിൽ നൽകുന്ന തൊഴിൽദായകമാണ്. അപ്പൊ ഇതൊരു വലിയൊരു മഹാസങ്കല്പമാണ്. ഒരു കലാകാരന്റെ ഒരു രാജാവിനേക്കാൾ ശ്രേഷ്ഠനാണ് ഒരു യോഗി. ഒരു യോഗിയേക്കാൾ ശ്രേഷ്ഠനാണ് ഒരു രാജാവ്, ഒരു കലാകാരൻ. ഇപ്പൊ കലാകാരൻ, യോഗി, രാജർഷിമാരുണ്ട്. ഇപ്പൊ മോഡിയൊക്കെ രാജർഷിമാരാണ് അതൊക്കെ. അപ്പൊ ഇതൊരു സങ്കല്പമാണ്. അപ്പൊ ഭാരതം ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഭാരതത്തിലെ ഒരു മനുഷ്യൻ, ഭാരതത്തിൽ പിറന്നു വീണ ഒരു മനുഷ്യൻ ചെയ്യുമ്പോൾ ഭാരതം ചെയ്യുന്നത് പോലെയായി. അപ്പൊ ഇത് മോഡിയിലേക്ക് എത്തിയിട്ടുണ്ടോ ഈ വാർത്ത? മോഡിക്കും നമ്മൾ ഒരുപാട് പേർക്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും അതിന്റെ ഒരു കാലമാവാത്തത് കൊണ്ടോ മൂടിപ്പെട്ട് കിടക്കുക. ഒന്ന് ഈ മരപ്രഭുവിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു അതിന്റെ സൃഷ്ടി? എത്ര വർഷം എടുത്തു? എങ്ങനെയാണ് ഇന്നും അത് എത്ര വർഷം നിലനിൽക്കുമെന്നുള്ള ഒരു സൃഷ്ടിസങ്കല്പമല്ലോ ഉണ്ടോ അതിനകത്ത്? തീർച്ചയായിട്ടും. പത്മനാഭോ മരപ്രഭു എന്നൊരു സങ്കല്പത്തിൽ നിന്നാണ് അതിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. എത്രയോ നൂറ്റാണ്ടുകളായിട്ട് വിഷ്ണു സഹസ്രനാമത്തിൽ പത്മനാഭോ അമരപ്രഭു എന്നും പത്മനാഭോ അപ്രമേയ ഋഷികേശ പത്മനാഭോ മരപ്രഭു എന്നുള്ള ശ്ലോകം ഇങ്ങനെ ഇന്ത്യയിൽ മുഴുവൻ അലയടിച്ചിരിക്കുന്ന ഒരു ലോകം മുഴുവൻ അലയടിച്ചിരിക്കുന്ന സങ്കല്പമാണ്. അപ്പോൾ ഈ മരപ്രഭു എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എന്താ? മരങ്ങളുടെ പ്രഭു. അതല്ല. നശിക്കുന്നത് ഞാൻ തന്നെ, നശിക്കാത്തത് ഞാൻ തന്നെ. അപ്പൊ ഇത് പൂന്താനം വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പത്മനാഭോ അമരപ്രഭു എന്നുള്ളതിന് പകരം തെറ്റായി പത്മനാഭോ മരപ്രഭു എന്ന് വായിച്ചു. അദ്ദേഹം മലയാള ബ്രാഹ്മണനാണല്ലോ. അപ്പൊ പത്മനാഭോ കഴിഞ്ഞിട്ട് ഒരു വിസർഗം കഴിഞ്ഞിട്ട് മരപ്രഭു എന്നാണ് ശരിക്കും എഴുതിയിരിക്കുന്നത്. അപ്പൊ ഫോ പ്ലസ് ആ എന്ന് വായിക്കണം. അത് അദ്ദേഹം തെറ്റായിട്ട് ഭക്തിപൂർവ്വം പത്മനാഭോ മരപ്രഭു എന്ന് വായിക്കുകയും പണ്ഡിതനായ പട്ടതിരിപ്പാട് അദ്ദേഹത്തെ കളിയാക്കുകയും ശ്രമിച്ചു. ഇപ്പോൾ ശ്രീകോവിലിൽ നിന്ന് അശരീരി ഉണ്ടായി എന്നാണ് സങ്കല്പം. അങ്ങനെ ഒരു ഭഗവൽ അശരീരിയുടെ, ഭഗവൽ വാക്യത്തിന്റെ, ഭഗവൽ ശബ്ദാവലിയുടെ, ഭഗവൽ എന്താ പറയണ ആ ഒരു ശബ്ദത്തിന്റെ ഒരു ദൃശ്യാവിഷ്കാരമാണ് മരപ്രഭു എന്ന ശില്പം. അപ്പൊ അത് വളരെയേറെ ആലോചനകളോടുകൂടി അതായത് നിലമ്പൂരുള്ള കുംഭാര ബ്രാഹ്മണരും പാരമ്പര്യ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ ഗുലാമന്തോൾ കൃഷ്ണന്റെ നേതൃത്വത്തിൽ അപ്പുട്ടിസ്വാമി അങ്ങനെ അവരുടെ നേതൃത്വത്തിൽ അങ്ങനെയുള്ള ഒരു 100 കണക്കിന് ശില്പികളുടെ ഒരു കൂട്ടായ്മയിലാണ് ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വിഷ്വലൈസറാണ്.
അപ്പോൾ ഒരു വലിയൊരു കൂട്ടായ്മയിലൂടെയാണ് എൻ്റെ എല്ലാ ശില്പങ്ങളും ഉയർപ്പെടുന്നത്. മരപ്രഭുവിന്റെ ചെറിയ ഡിറ്റോ ഗുരുവായൂർ ദേവസ്വം എംപ്ലോയീസ് സഹകരണ സംഘത്തിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ. അതായത് അതൊരു നെഗറ്റീവ് ഡിലീറ്റർ ആണ്. ഇത് മരപ്രഭുവിന്റെ ആ ചെറിയ ശില്പം എവിടെ ഇരിക്കുന്നുവോ അവിടെ പോസിറ്റീവായ ഒരു അന്തരീക്ഷം സംജാതമാവുകയും ഗുരുവായൂരിന്റെ ഒരു അന്തരീക്ഷം ആധ്യാത്മികത്വം അവിടെ നിറയുകയും ചെയ്യും. അപ്പൊ ഈ ഗുരുവായൂർ വരുന്നവർ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ദേവസ്വം ബോർഡിനകത്താണോ അത് എവിടെയാണിത്? ഇല്ല, ദേവസ്വം ബോർഡിലായിട്ട് ബന്ധമില്ല. ദേവസ്വം ബോർഡിന്റെ ഗുരുവായൂർ ദേവസ്വം എംപ്ലോയീസ് സഹകരണ സംഘം അത് കല്യാണ മണ്ഡപത്തിന് നേരെയുള്ള മംഗല്യ ബിൽഡിങ്ങിലാണ്. അതിന്റെ മംഗല്യ ബിൽഡിങ്ങിൽ ചെന്ന് കഴിഞ്ഞാല് മരപ്രഭുവിന്റെ ഈ ചെറിയ രൂപം നിങ്ങൾക്ക് ലഭ്യമാണ്. അത് വാങ്ങി വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഓറെ ഈ നെഗറ്റീവ് എനർജിയെ കളയാൻ വളരെയേറെ പ്രയോജനം ചെയ്യും. ഈ വിവരം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതായത് അത് സ്റ്റാളുകളുണ്ട്. ശബരിമല സീസണില്, വിഷു, ഓണത്തിലൊക്കെ സർവീസ് സഹകരണ സംഘം നടത്തുന്ന സ്റ്റോളുകൾ വഴി ലഭ്യമാണ്. അത് പല വിലകളിലുണ്ട്. ഇപ്പൊ അദ്ദേഹം ആദരണീയായ മോഹൻലാല് മോഡിക്ക് അദ്ദേഹത്തെ കൊണ്ടുകൊടുത്തു, പിണറായി വിജയന് കിട്ടപ്പെട്ടു, അമൃതാനന്ദമയി, അമിതാഭ് ബച്ചൻ, അങ്ങനെ എണ്ണിയാലൊടുങ്ങുന്ന ആളുകൾക്ക് അതെല്ലാം കിട്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ശരിക്കും മോഹൻലാല് ഇതിന്റെ താന്ത്രിക വിദ്യ സമർപ്പണം അറിഞ്ഞ ഒരു ശില്പിയാണെന്ന് വേണം പറയാനല്ലേ? അല്ല, മോഹൻലാലിന്റെ അന്ന് ഞാൻ ഈ മരപ്രഭുവിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം അവിടെ നിൽക്കുമ്പോൾ മോഹൻലാലിന്റെ അഗ്നിദേവൻ എന്നൊരു പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുകയും അദ്ദേഹം എലൈറ്റ് ഹോട്ടലിൽ താമസിക്കുകയും അദ്ദേഹം ഇതിലെ പതിവായിട്ട് ഈ മരപ്രഭുവിന്റെ മുമ്പിലൂടെ പോവുകയും ചെയ്യുമ്പോൾ ഈ മരപ്രഭു അദ്ദേഹത്തെ വളരെയധികം ആകർഷിക്കപ്പെടുകയുണ്ടായി. ഇത് ലോകത്തെ ഏറ്റവും വലിയ ആദ്യത്തെ കളിമൺ ശില്പമാണ് ഇത്രയും ഉയർന്നു നിൽക്കുന്നത്. അദ്ദേഹം പല രാജ്യങ്ങളിൽ പോയി പല ശില്പങ്ങൾ കണ്ടെങ്കിൽ എന്തോ മരപ്രഭുവിനെ അദ്ദേഹം സ്വാധീനം ചെലുത്തുകയും എനിക്ക് ഈ ശില്പി രാമേന്ദ്രൻ ഒന്ന് കാണണമെന്ന് പറയപ്പെടുകയും അങ്ങനെ ഞങ്ങൾ എലൈറ്റ് ഹോട്ടലിൽ വെച്ച് കാണുകയും അന്ന് കണ്ടപ്പോൾ തന്നെ 3.5 മണിക്കൂറോളമാണ് പലതരം വിഷയങ്ങള്, അനർഗ്ലമായിട്ട് പലതരം വിഷയങ്ങൾ സംസാരിക്കും. ഇന്നും ആ ബന്ധം വളരെ അതീവ ശക്തമാണ്. അതായത് ഒരു ദൈവിക നിയോഗം പോലെയാണ് മോഹൻലാലും നിങ്ങളും തമ്മിലുള്ള, മരപ്രഭുവും തമ്മിലുള്ള ആ ബന്ധം അന്ന് ഉടലെടുത്തത്. അപ്പൊ മരപ്രഭു അതിനൊരു നിയോഗമായി എന്ന് പറയാം. ഇപ്പോഴും നിങ്ങളുടെ ഈ സ്നേഹബന്ധം നിലനിൽക്കുന്നുണ്ടല്ലോ വർഷങ്ങളായിട്ട്. ഇപ്പോഴും അന്നും ഇന്നും ഒരേ മാറ്റമില്ലാതെ. അതായത് മോഹൻലാൽ വ്യക്തിപരമായിട്ട് സാധാരണ എന്നെ സംബന്ധിച്ചിടത്തോളം മോഹൻലാൽ ഒരു സിനിമാ നടനിലുപരിയായിട്ട് അദ്ദേഹം ഒരു അവധൂതനും സിദ്ധനുമായ മനുഷ്യനാണ്. ഭാരതീയ വിദ്യകളായിട്ടുള്ള ഹംസവിദ്യ, യോഗിനി വിദ്യ, പരമാത്മവിദ്യ, ഗോപിക വിദ്യ, വേലായുധ വിദ്യ, അങ്ങനെയുള്ള അതീവ സാധാരണ ഒരു മനുഷ്യന് പോലും അറിയാത്ത അത്യന്തം നിഗൂഢമായ പലതരം വിദ്യകളും അറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ നിഗൂഢതയും കൂടെ ആണ് ജനങ്ങൾ അറിയുന്നതല്ലേ? സാധാരണ ആള് കാണുന്ന ഒരു ലാലോ അല്ലെങ്കിൽ മോഹൻലാലോ അല്ല മോഹിപ്പിക്കുന്ന മോഹൻലാൽ അല്ലേ? അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു വിദ്യയുണ്ട്, ബ്രഹ്മാണ്ഡ വശ്യ മനോഹര വിദ്യ. അത് സാധാരണക്കാർക്ക് എല്ലാവർക്കും അനുഷ്ഠിക്കാവുന്ന വളരെ ലളിതമാണത്. പറയുമ്പോ അത് ഈ കാണപ്പെടുന്ന സൂര്യനെ, നമ്മൾ ഈ കാണപ്പെടുന്ന സൂര്യനെ പ്രപഞ്ചത്തോളം വിസ്തൃതിയിൽ വ്യാപിപ്പിച്ചിട്ട് ധ്യാനം 7 ദിവസം 14 ദിവസം ധ്യാനം ചെയ്താൽ ഇവന് ഒരു രാവും പകലും ഇല്ല. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനിങ്ങനെ അധ്വാനിക്കുമ്പോ എത്രയോ പേർക്കാണ് നന്നമായി മാറുന്നത്. അതാണ് സങ്കല്പം. എത്ര പേർക്ക് സ്വാർത്ഥത വെടിഞ്ഞുള്ള ഒരു കർമ്മയോഗിയാണ് അദ്ദേഹം, നിങ്ങളെ പോലെ തന്നെ. തീർച്ചയായിട്ടും അത്ര പേർക്ക് അധ്വാനം. ഇപ്പൊ തന്നെ അടുത്ത കാലത്തൊരു ഷൂട്ടിംഗ് വരാം, അപ്പോഴേ ഞാൻ കണ്ടത് 4000-ഓളം പേരാണ് കിടന്ന് അധ്വാനിക്കുന്നത്. അത്രയും പൊടിപടലങ്ങളിൽ കിടന്ന് മോഹൻലാൽ അധ്വാനിക്കുന്ന കണ്ട് അലർജി വച്ചിട്ട് അദ്ദേഹം അധ്വാനിക്കുമ്പോൾ പറയുന്നത് അത്രയും പേർക്ക് എന്നിലൂടെ തൊഴില്, എത്രയോ പേർക്ക് തൊഴില്. അപ്പോ അടുത്ത അങ്ങയുടെ പ്രോജക്റ്റ് ഏതാ? എന്റെ 3 പ്രോജക്റ്റുകളാണ് എനിക്ക് ചെയ്യപ്പെടാൻ നിയോഗമായിട്ട് എന്റെ ജന്മ നിയോഗിച്ചത്. ഒന്ന് ഈ ഏറ്റവും വലിയ പ്രോജക്റ്റാണ് അകാല മൃത്യുമോക്ഷ സ്തൂപം. പിന്നെ ഗുരുവായൂർ ഞാൻ പണിയപ്പെടേണ്ട ഗജപതി, പിന്നെ ഗുരുവായൂർ പണിയപ്പെടേണ്ട ഭൂലോക വൈകുണ്ഠം. ഇതൊക്കെയാണ് ഇനി എന്റെ ഉള്ള ഭയങ്കര എടുത്താ പൊങ്ങാത്തതും അസാധ്യമായതും. എനിക്ക് തോന്നുന്നു നമ്മുടെ മൈസൂർ ഗുരുവായൂർ ക്ഷേത്രം പോലെ ഒരെണ്ണം നമ്മുടെ മോഹൻജി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൽ അങ്ങേ ഒരിക്കൽ ക്ഷണിക്കുകയോ സംസാരിക്കുക? എന്നോട് 2 സുഹൃത്തുക്കൾ പറഞ്ഞു മോഹൻജി കാണണം എന്ന് പറഞ്ഞിട്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ അങ്ങോട്ട് മനുഷ്യനും കാലവും പ്രകൃതിയും ഒരു നേർരേഖയിലാവുമ്പോൾ മാത്രമേ ഇതെല്ലാം നടക്കും. എല്ലാം നടക്കും. തമ്പി നാഗാർജുന സാധാരണ ജനം അറിയുന്നത് അപൂർവ ഔഷധങ്ങളുടെ ഒരു വിന്യാസം ചെയ്യുന്ന പാരമ്പര്യ വൈദ്യൻ എന്നാണ്. അതിലുപരി ശില്പകലകളിലും ഇങ്ങനെയുള്ള കലാകാരന്മാരിലും അതിയായ എന്താ പറയാ താല്പര്യവും സ്നേഹവും അതിയായ താല്പര്യവും അവരോടുള്ള ആരാധനയുള്ള ഒരാളാണ് എന്നുള്ളതും കൂടെ രാമേന്ദ്രനോട് ഞാൻ അറിയാതെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ തമ്പിച്ചേട്ടനെ ഞാൻ ആരാധിക്കപ്പെടുന്നതിന്റെ കാരണം തമ്പിച്ചേട്ടൻ ഒരു ഒറ്റയാൾ പടയാളിയാണ്. അദ്ദേഹം ദുബായിലും സൗദിയിലും എല്ലാം നടത്തിയ ഒറ്റയാൾ പോരാട്ടങ്ങളിലൂടെ എത്രയോ മലയാളികൾക്ക് സ്വാതന്ത്ര്യവും ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം നടത്തപ്പെടുന്ന എന്താ പറയപ്പെടുന്ന ട്രേഡ് യൂണിയൻ പ്രസ്താവനകൾ ഒറ്റയാളാണ്. പിന്നെ അതിലുപരിയായിട്ട് എന്തിനേയും അനീതിയെ ചോദ്യം ചെയ്യുക, നിർഭയമായി എന്തിനേയും ഒരു ഭയമില്ലാതെ
ചോദ്യം ചെയ്യപ്പെടുക എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കർമ്മധീരത്വം അദ്ദേഹത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അതിലുവരെ നമ്മളെപ്പോലുള്ള ആളുകളുടെയൊക്കെ ആ പരമാത്മ സ്വരൂപത്തെ ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ് തമ്പിച്ചേട്ടനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുവരെ മെഡിസിൻ, അത്യപൂർവമായ പലതരത്തിലുള്ള ആയുർവേദ ഔഷധങ്ങളുടെ ഒരു അറിവുകളെ കുറിച്ച് തമ്പിച്ചേട്ടന് അറിയാം. അത് മാത്രമല്ല, ഭാരതീയ സിദ്ധവിദ്യകളായ 18 സിദ്ധന്മാരുടെ മഹാമൂലികകൾ, അഗസ്ത്യർ മലവാകടം, കോരക്കർ മലവാകടം, അഗസ്ത്യർ 10, കോരക്കർ, കാലാങ്കിനാഥ, മായൻ, മറ്റേ ഭോഗര്, കാലാങ്കിനാഥ, അഗസ്ത്യര്, അങ്ങനെയുള്ള 18 സിദ്ധന്മാരുടെ, മയൂരസ്വാമി, സുന്ദരാജയ്യർ, അങ്ങനെയുള്ള മഹാവൈദ്യന്മാരുടെയൊക്കെ മാൻസ്ക്രിപ്റ്റുകളെ കുറിച്ചും ചെന്തമിഴ് അതിനെക്കുറിച്ച് തമ്പിച്ചേട്ടന് അഗാധമായൊരു ശക്തിയും ധ്യാനവും അറിവുണ്ട്. വളരെ കുറച്ചു പേർക്ക് മാത്രമേ അതിനെക്കുറിച്ചെല്ലാം അറിയാവൂ. അതുമാത്രമല്ല, പ്രകൃതി ചികിത്സയെ കുറിച്ച് അദ്ദേഹത്തിന് നല്ല അറിവുണ്ട്. അദ്ദേഹം പറയുന്ന ലളിതമായ മാർഗങ്ങളാണ് ഈ സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റില്ല. അത്രയും ലളിതമായ ഇതിലൂടെ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ അത് വളരെ എഫക്റ്റീവ് ആണെന്നുള്ളത് അനുഭവയോഗ്യമുള്ളവർക്ക് മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് തമ്പിച്ചേട്ടനുള്ള ഒരു ആരാധനയും ഒരു ബഹുമാനവും. അതുമാത്രം ഇത്രയും പ്രായത്തിലും അദ്ദേഹം ഊർജ്ജസ്വലതയോടുകൂടി, നമ്മളെല്ലാം കിടന്നുറങ്ങുമ്പോഴെല്ലാം അദ്ദേഹം സജീവമാണ്. ഓരോ കാര്യങ്ങളിൽ സജീവമായിട്ട് ചെയ്യപ്പെടുന്നതൊക്കെ എനിക്ക് തമ്പിച്ചേട്ടനുള്ള വളരെ ആരാധനാപൂർവമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഞാൻ തമ്പിച്ചേട്ടനോട് സൂക്ഷിക്കപ്പെടുന്നത്. അതിൽ ഇന്ന് എനിക്കൊരു സന്തോഷം ഉണ്ടായത്, ആദിവാസി ഊരായ്മയുടെ മൂപ്പന്റെ ഒരു ശബ്ദ സന്ദേശം എനിക്ക് കിട്ടി. വളരെയേറെ നാളുകളായിട്ട് അവർ ഒളിച്ചും പാത്തുമാണ് ശിവമൂലി ഭഗവാൻ അർച്ചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിൽ കൂടെ നിയമപരമായിട്ട് അത് ഉപയോഗിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നതിൽ അവരുടെ അടുത്ത തുലാം 10-ന്റെ അവരുടെ ഈ കാട്ടുമൂപ്പന്മാർ മാത്രം പങ്കെടുക്കുന്ന അതിലേക്ക് ഒരു ക്ഷണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഞാൻ കൃതാർത്ഥനാണ്. നന്ദി, നമസ്കാരം.